നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിനുള്ള കരാറിൽ ഇസ്രയേലും ഹമാസും ഒപ്പുവെച്ചു. മന്ത്രിസഭാ യോഗത്തിനു ശേഷം വെടിനിർത്തൽ പ്രാബല്യത്തിലാകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഈജിപ്തിൽ നടന്ന ചർച്ചയിലാണ് ഇരുപക്ഷവും ധാരണയിലെത്തിയത്. 2 വർഷം പിന്നിട്ട യുദ്ധത്തിന് ഇതോടെ വിരാമമാകുമെന്നാണ് പ്രതീക്ഷ. 10,000-കണക്കിന് പലസ്തീനികളെ കൊന്നൊടുക്കുകയും ഗാസയെ നശിപ്പിക്കുകയും ചെയ്ത ഒരു യുദ്ധമാണ് മാസങ്ങൾക്കു ശേഷം അവസാനിച്ചത്. പദ്ധതിയുടെ രൂപരേഖ മന്ത്രിസഭ അംഗീകരിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. സർക്കാർ അംഗീകാരത്തിനു ശേഷം ഉടൻ വെടിനിർത്തൽ ആരംഭിക്കണമെന്ന് കരാറിൽ പറയുന്നുണ്ട്. എന്നാൽ ഗാസ ആര് ഭരിക്കും, ഹമാസ് നിരായുധരാകുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടേണ്ടതുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ ഹമാസ് ആരംഭിച്ച യുദ്ധം മേഖലയിലെ മറ്റ് സംഘർഷങ്ങൾക്ക് കാരണമാവുകയായിരുന്നു. ഇത് ലോകമെമ്പാടുമുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമായി. തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂനൂസിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടുള്ള ആളുകളുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. ദുഃഖവും ആശ്വാസവും ഇടകലർന്ന സമ്മിശ്ര ഭാവങ്ങളോടെയാണ് ആളുകൾ ഇതിനെ സ്വീകരിച്ചത്. 1989 ഇസ്രയേലിനെതിരെ ഹമാസിന്റെ ആദ്യ ആക്രമണം ഉണ്ടായത്. ഇസ്രയേലിന്റെ 2 സൈനികരെ പിടികൂടി ഹമാസ് വധിച്ചതോടെ ഹമാസ് സ്ഥാപകനും പലസ്തീനികളുടെ ആത്മീയ ആചാര്യനുമായ ഷെയ്ഖ് യാസിനെ ഇസ്രയേൽ പിടികൂടി. പിന്നീട് 1997 യാസിൻ പുറം ലോകം കാണുന്നത്. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ ഖാലിദ് മെഷാലിനെ വധിക്കാൻ ശ്രമിച്ച 2 മൊസാദ് ഏജന്റുമാരെ വിട്ടയച്ചതിന് പകരമായിരുന്നു യാസിന്റെ മോചനം. പിന്നീട് 1993 വർഷങ്ങൾ നീണ്ട രക്തച്ചൊരിച്ചിലിനൊടുവിൽ ഇസ്രയേലും പലസ്തീനും തമ്മിൽ ആദ്യ സമാധാന കരാർ നിലവിൽ വന്നു. 1993 സെപ്റ്റംബർ 13 അന്തിമ കരാറിൽ എത്തിച്ചേർന്നത്. കരാർ ഒപ്പിട്ടത് വാഷിംഗ്ടണിലായിരുന്നുവെങ്കിലും അതിലേക്ക് നയിച്ച രഹസ്യ ചർച്ചകളും നീക്കുപോക്കുകളും പ്രധാനമായും നടന്നത് നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ചായിരുന്നതിനാൽ കരാറിന് ആ നഗരത്തിന്റെ പേര് വന്നു. ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നേതാവ് യാസിർ അറഫാത്തും അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായ മഹ്മൂദ് അബ്ബാസുമാണ് ഫലസ്തീൻ പക്ഷത്തുനിന്ന് വാഷിംഗ്ടണിൽ എത്തിയത്. അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇഷ്കാഖ് റബീനും വിദേശകാര്യമന്ത്രി ഷിമോൺ പെരസും ജൂതരാഷ്ട്രത്തെ പ്രതിനിധാനം ചെയ്തു. US പ്രസിഡന്റ് ബിൽ ക്ലിന്റനായിരുന്നു മധ്യത്തിൽ. 1995 ഈജിപ്തിൽ വെച്ച് ഒപ്പുവെച്ച തുടർ കരാർ അടക്കം ഒരു കൂട്ടം ധാരണകളുടെ ആകെ തുകയാണ് ഓസ്ലോ പ്രക്രിയ. ഓസ്ലോ കരാറിനെ പക്ഷേ ഹമാസ് അംഗീകരിച്ചില്ല. 1995 ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്ഹാഖ് റാബിനെ വധിച്ചും ചാവേർ ആക്രമണങ്ങൾ നടത്തിയും ഹമാസ് സമാധാന കരാർ അട്ടിമറിച്ചു. 2000 US മുൻകൈയെടുത്ത് സമാധാന ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലവത്തായില്ല. 2 മാസം കഴിഞ്ഞ് അന്നത്തെ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് ഏരിയൽ ഷാരോൺ കിഴക്കൻ ജെറൂസലേമിലെ അലക്സ മോസ്ക് സന്ദർശിച്ചതോടെ പലസ്തീൻ പ്രശ്നം കൂടുതൽ രൂക്ഷമായി. ഇരുകൂട്ടരും പവിത്രമെന്ന് കരുതി പോരുന്ന അലക്സയാണ് രണ്ടാം ഏറ്റുമുട്ടലിന് കാരണമായത്. 2001 ജൂൺ 21 ടെല്ലവീവിൽ 21 ഇസ്രയേലികളെയും 2022 മാർച്ചിൽ 30 പേരെയും ചാവേർ ആക്രമണങ്ങളിലൂടെ ഹമാസ് വധിച്ചു. 4 മാസങ്ങൾക്കിപ്പുറം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക കമാൻഡർ സലാ ഷഹദെ കൊല്ലപ്പെട്ടു. റാമല്ലയിൽ യാസർ അറഫാത്ത് താമസിച്ചിരുന്ന പ്രദേശത്തിനും ഇസ്രയേൽ ഉപരോധം തീർത്തു. 2004 മാർച്ച് ഏപ്രിൽ ഹമാസ് സ്ഥാപകനും ആത്മീയ നേതാവുമായ ഷെയ്ഖ് അഹമ്മദ് യാസിനെയും സഹസ്ഥാപകൻ അബ്ദുൽ അസീസ് അൽറാൻഡസിയെയും 1 മാസത്തെ ഇടവേളയിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ വധിച്ചു. ഇതിന് പിന്നാലെ ഹമാസിന്റെ ഉന്നത നേതാക്കളെല്ലാം രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറി. 2005 ഓഗസ്റ്റ് 15 ഗാസ മുനമ്പിലെ സെറ്റിൽമെന്റുകളിൽ നിന്ന് ഇസ്രയേൽ ഏകപക്ഷീയമായി പിന്മാറി. 2006 പലസ്തീൻ ലെജിസ്ലേറ്റീവ് തെരഞ്ഞെടുപ്പിൽ ഹമാസ് ഭൂരിപക്ഷം നേടുന്നു. ഗാസയുടെ നിയന്ത്രണം ഹമാസിനായതോടെ ഇസ്രയേലും US പലസ്തീനികൾക്ക് നൽകിയിരുന്ന സഹായങ്ങൾ പൂർണ്ണമായും നിർത്തി. ഉപരോധ സമാനമായ നീക്കത്തിന് പിന്നാലെ ഇസ്രയേലി സൈനികനായ ഗിലാദ് ഷാലിറ്റിനെ ഹമാസ് അതിർത്തി കടന്നെത്തി ബന്ദിയാക്കി കൊണ്ടുപോയി. നിർബന്ധിത സൈനിക സേവനത്തിന്റെ ഭാഗമായി സൈന്യത്തിൽ എത്തിയതായിരുന്നു ഷാലിറ്റ്. ഇതോടെ ഇസ്രയേൽ വ്യോമാക്രമണം രൂക്ഷമാക്കി. 5 വർഷത്തിനു ശേഷം പലസ്തീൻ തടവുകാരെ വിട്ടയച്ചതിന് പകരമായാണ് ഷാലിറ്റിനെ ഹമാസ് മോചിപ്പിച്ചത്. ആഭ്യന്തര കലാപത്തിനൊടുവിൽ ഗാസയുടെ നിയന്ത്രണം 2007 ജൂൺ 14 ഹമാസ് പൂർണ്ണമായും ഏറ്റെടുത്തു. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ അർദ്ധ സൈനിക വിഭാഗമായ ഫത്തായെ വെസ്റ്റ് ബാങ്കിൽ നിന്നും പുറത്താക്കി. സമാധാനത്തിൽ പോകുന്നുവെന്ന് തോന്നിപ്പിച്ച ഗാസ 1 വർഷത്തിനിപ്പുറം വീണ്ടും വെടിവെച്ചുകൾ കൊണ്ട് നിറഞ്ഞു. തെക്കൻ ഇസ്രയേൽ നഗരമായ സ്തെറോദോലിക്ക് പലസ്തീനിൽ നിന്നും റോക്കറ്റ് ആക്രമണം ഉണ്ടായതായിരുന്നു പ്രകോപനം. 22 ദിവസമാണ് ഇസ്രയേലിന്റെ ആക്രമണം നീണ്ടുനിന്നത്. 1400 പലസ്തീനികൾക്ക് ജീവൻ നഷ്ടമായി.
പ്രത്യാക്രമണത്തിൽ 13 ഇസ്രയേലികളും കൊല്ലപ്പെട്ടു. പിന്നാലെ വെടിനിർത്തൽ നിലവിൽ വന്നു. 4 വർഷങ്ങൾക്കു ശേഷം വീണ്ടും ഇസ്രയേൽ ഹമാസിനു നേരെ രൂക്ഷമായ ആക്രമണം നടത്തി. 2012 നവംബർ 14-ന് ഹമാസിന്റെ സൈനിക തലവനായ അഹമ്മദ് ജബാരിയെ ഇസ്രയേൽ വധിച്ചു. ഇത് 8 ദിവസത്തെ സംഘർഷത്തിന് വഴിവെച്ചു. 2014-ൽ ഹമാസ് ഇസ്രയേലിൽ നിന്ന് 3 കൗരവക്കാരെ പിടിച്ചുകൊണ്ടുപോയതിനെ തുടർന്ന് 7 ദിവസത്തെ യുദ്ധമുണ്ടായി. 2100 പലസ്തീനികൾക്കും 73 ഇസ്രയേലികൾക്കും ജീവൻ നഷ്ടമായി. ഇതിൽ 67 പേരും സൈനികരായിരുന്നു. ഗാസയിൽ ഇസ്രയേലിന്റെ ഉപരോധത്തിനെതിരെ പലസ്തീനികൾ നേരിട്ടിറങ്ങുന്ന സ്ഥിതിയാണ് 4 വർഷങ്ങൾക്കിപ്പുറം ഉണ്ടായത്. 2018 മാർച്ചിൽ നടന്ന ഒരു പ്രതിഷേധം 7 മാസം നീണ്ടു. ഇതിൽ 170-ലേറെ പലസ്തീനികൾക്ക് ജീവൻ നഷ്ടമായി. സാധാരണ പൗരന്മാർ കൊല്ലപ്പെട്ടതോടെ ഹമാസ് ഇസ്രയേലിനു നേരെ അതിരൂക്ഷമായ ആക്രമണം ആരംഭിച്ചു. ജൂതന്മാരെ പോലെ മുസ്ലിങ്ങളും പുണ്യഭൂമിയെന്ന് കരുതിപ്പോരുന്ന ഇടമാണ് അൽ-അഖ്സ. മക്കയും മദീനയും പോലെ തുല്യ പ്രാധാന്യമുള്ള ഇടം. 2021-ൽ അൽ-അഖ്സയെ ചൊല്ലി കലഹം രൂക്ഷമായി. നിയമയുദ്ധത്തിൽ 8 പലസ്തീൻ കുടുംബങ്ങൾക്ക് കിഴക്കൻ ജെറൂസലേമിലെ ഭൂമി നഷ്ടമായി. ഇതിന് പിന്നാലെ അൽ-അഖ്സയുടെ വളപ്പിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറണമെന്ന് ഹമാസ് ആവശ്യമുയർത്തി. ഇസ്രയേൽ വിസമ്മതിച്ചതോടെ ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി. വ്യോമാക്രമണത്തിലൂടെയായിരുന്നു ഇസ്രയേലിന്റെ തിരിച്ചടി. ഗസയിലെ തെരുവുകൾ രക്തം പുരണ്ടു. പ്രാണഭയത്തിൽ ജനം പുറത്തിറങ്ങാൻ പോലും കൂട്ടാക്കിയില്ല. ജനങ്ങൾ തിങ്ങിപ്പാർത്ത 13 നില പാർപ്പിട സമുച്ചയം ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ നിലംപൊത്തി. സമാധാന ശ്രമങ്ങൾക്ക് US ശ്രമിച്ചു. എങ്കിലും ഇസ്രയേൽ വീണ്ടും ഹമാസ് തലവന്മാരിൽ ഒരാളെ വധിച്ചതോടെ ആ പ്രതീക്ഷയും അകന്നു. ഒടുവിൽ 2 വർഷങ്ങൾക്ക് മുൻപ് ഹമാസ് നടത്തിയ മിന്നലാക്രമണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾനാശം പലസ്തീനിൽ ഉണ്ടാക്കി. സമാധാനമെന്ന വാക്ക് പതിറ്റാണ്ടുകളായി ഗാസയ്ക്ക് അന്യമാണ്. അതുകൊണ്ടുതന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് നിലവിൽ വന്നിരിക്കുന്ന സമാധാന കരാറിനെ പ്രതീക്ഷയോടും അത്ര തന്നെ ആശങ്കയോടുമാണ് അവർ ഉറ്റുനോക്കുന്നത്. കരാർ പ്രകാരം ജീവനോടെ ശേഷിക്കുന്നവരിൽ 20 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. പകരം ഇസ്രയേൽ തടവിലാക്കിയിരിക്കുന്ന 2000 പലസ്തീനികളും മോചിതരാകും. ഉടമ്പടി നിലവിൽ വന്ന 72 മണിക്കൂറിനകം ബന്ദികളുടെ കൈമാറ്റം പൂർത്തിയാക്കണമെന്നാണ് വ്യവസ്ഥ. ബോംബുകൾക്കും മിസൈലുകൾക്കും പകരം സമാധാനത്തിന്റെ പുലരികൾ ഗാസയിൽ നിറയുന്നത് കാത്തിരിക്കുകയാണ് ലോകം.